ഹോശേയ 1:7. അവരെ വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും എന്ന് അരുളിച്ചെയ്തു. പലപ്പോഴും രക്ഷപ്പെടാൻ കഴിയാത്ത പല സാഹചര്യങ്ങളിലും നാം ചെന്നുപെടാറുണ്ട്. നാം വിചാരിച്ചാൽ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാത്ത അവസ്ഥകൾ. ചിലപ്പോൾ അത് നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൊണ്ടോ ഒക്കെ ആയേക്കാം. ചിലപ്പോൾ യാതൊരു കുറ്റം ചെയ്യാതെയും നാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആയിപ്പോയേക്കാം. നിത്യതയും അങ്ങനെ തന്നെയാണ്. ആർക്കും ഒന്നിനും നമ്മെ രക്ഷിക്കാനാവില്ല. അത് നാമും യേശുവുമായുള്ള ബന്ധമാണ് നിശ്ചയിക്കുന്നത്. നാം ഏത് സാഹചര്യത്തിലാണെങ്കിലും നാം ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ രക്ഷയ്ക്കായി നമ്മുടെ പിതാവ് ഇറങ്ങി വരും. വില്ലിനോ വാളിനോ യുദ്ധത്തിനോ ഒക്കെ രക്ഷിക്കുവാൻ സാധിക്കുമായിരിക്കാം. എന്നാൽ അതിലൊന്നുമല്ല യഹോവയാം ദൈവത്തിലുള്ള ആശ്രയത്താലും വിശ്വാസത്താലും നമുക്ക് നിത്യമായ വിടുതൽ ലഭിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്ന് ആവർത്തന പുസ്തകത്തിലും 2 ദിനവൃത്താന്തത്തിലുമൊക്കെ പറഞ്ഞിരിക്കുന്നു. രക്ഷിക്കുവാനും വിടുവിക്കുവാനും വിജയിപ്പിക്കുവാനും ഉയർത്തുവാനുമൊക്കെ കഴിവുള്ള സർവശക്തൻ നമ്മോട് കൂടെയുള്ളപ്പോൾ നമുക്ക് രഥങ്ങളിലും കുതിരകളിലും ഒന്നും ആശ്രയിക്കാതിരിക്കാം. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ എന്ന പാട്ടുകാരൻ പാടിയതുപോലെ നമ്മെ രക്ഷിക്കുന്ന, നമ്മെ നമ്മുടെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ കഴിയുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. രക്ഷ യഹോവയിൽ നിന്ന് മാത്രമാണ് വരുന്നതെന്ന് ലോകത്തിന് മനസ്സിലാകത്തക്ക രീതിയിൽ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാനായി സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ വിടുവിക്കുന്ന സാന്നിധ്യത്തിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.